തീർച്ചയായിട്ടും നമുക്ക് പുതിയ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. സംജാദ് എന്ന ഡയറക്ടർ, റൈറ്റർ, കൂടാതെ നമുക്കൊരു താരം പിറവി തന്നെയാണ് മലയാളത്തിലുണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് എന്നൊരു ഹീറോ മലയാളത്തിലുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടും ഒരു നല്ല ആരും കണ്ടിരിക്കേണ്ട ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല. എന്താ പറയണ്ടേ, തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഇമ്പാക്ട് അല്ലേ. നമ്മളുടെയൊക്കെ ഇടയിലൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. ധാരാളം ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് സ്റ്റോറീസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏതാണ്ട് എല്ലാ സിനിമകളും, മലയാളത്തിലെ എല്ലാ സിനിമകളും നല്ലപോലെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ഈ സിനിമ പുതിയ സംവിധാനം, വളരെ ശക്തമായിട്ടുള്ള സ്ക്രിപ്റ്റ്, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്ന കാസ്റ്റ്, എല്ലാ പടങ്ങളിലൂടെ അറിയാവുന്ന നായകൻ, വളരെ പ്രതീക്ഷയാണ്. ബാക്കി പ്രേക്ഷകരാ പറയണ്ടത്, വളരെ പ്രതീക്ഷയാണ്. ഓരോട്ട് പറയട്ടെ, ഞാൻ അഭിനയിച്ചാണ്. നല്ല ഫിലിമാണ്. ഇറ്റ്സ് എൻ്റർടൈനർ. എല്ലാ ഏജ് ഗ്രൂപ്പിലെ പ്രേക്ഷകർക്കും കാണാൻ എൻജോയ് പറ്റിയ ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല, ഒരു സെക്കൻഡ് പോലും വേറെ ചിന്തിക്കേണ്ടി വരില്ല. ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഒരു സ്റ്റോറി ലൈനുണ്ട്, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടൈം ത്രില്ലറാണല്ലോ, അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റിംഗ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കാരണം എനിക്ക് ശരിക്കും ത്രില്ലർ ജോണർ ഭയങ്കര ഇഷ്ടം. എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു ജോണറാണ്. എനിക്ക് ഞാൻ മേക്കിങ്ങിൽ അത് കിട്ടി. ഇനി എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയണ്ട. കിട്ടിയോ? താങ്ക് യു സോ മച്ച്. യെസ് യെസ്, കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റ് ആണ്. പൊളിക്കണം. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ റോളല്ല അഭിനയിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏതെങ്കിലും റെഫറൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ റെഫറൻസ് ഇല്ല. ഞാനും സംജാതും നമ്മുടെ റൈറ്റർ പ്രവീണും ഞങ്ങൾ 3 പേരും ഇരുന്ന ഈ ക്യാരക്ടർ മോൾഡ് ചെയ്ത്, പിന്നെ ഞങ്ങൾ ഒരുപാട് കാസ്റ്റ് പോയിട്ട് വർക്ക്ഷോപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട്